പിന്നീട് ഇത് ഉണ്ടാവാനായിട്ട് ആദ്യമേ കല്യാണം നടന്നു. ആ കല്യാണം നടന്നത് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ചേട്ടാ പറഞ്ഞാ മതി. സമയം എടുക്കുന്നുണ്ടോ? കാൽക്കുലേറ്റ് ചെയ്യാം. നാണുണ്ടോ? എല്ലാ ആണുങ്ങളുടെ അടുത്ത് ചോദിച്ചാലും ഇത് തന്നെ അവസ്ഥ. വീണ്ടും ക്രിസ്ത്യാറ്റി പറയൂ. 19 വർഷം. കേട്ടാ എത്ര നേരം എടുത്തെന്ന് ആൻസർ പറയാ. എല്ലാ ആണുങ്ങളുടെ അടുത്ത് നോക്കിയ ഇതന്നെ. മോശല്ലേ സാഞ്ചേട്ടാ? എനിക്കൊരു മോശമായിട്ട് തോന്നുന്നില്ല. മോശമായിട്ട് തോന്നാത്ത എനിക്ക് ഏകദേശം ഒരു 16, 17, 18, 19. അതുപോലെ പറഞ്ഞില്ലല്ലോ. അല്ല കോമഡി അതല്ല. കല്യാണം 2003. ഓക്കെ, അപ്പൊ വർഷം 2003. ഇനി ഡേയും ഡേറ്റും കൂടെ ഒന്ന് പറഞ്ഞു. ഡേ 23rd. മാസം പ്രശ്നമാണ്. അതിപ്പോ കേട്ടോ. ഇത് ജൂൺ ജൂലൈ ജൂണാ. അല്ല എനിക്ക് 2 ജൂണും ജൂലൈയും അടുത്ത ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നോണ്ട് കൺഫ്യൂഷനാണ്. പാവല്ലേ? ജൂൺ തന്നെ. അല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ജയിക്കുന്നത് ലേഡീസ് തന്നെ ആവുള്ളൂ. നിങ്ങൾക്ക് കാര്യം പോക്കായിരിക്കും. എല്ലാരും അങ്ങനെയായിരുന്നു. ആ മിക്ക ലേഡീസും അങ്ങനെ തന്നെയായിരിക്കും. ബെറ്റ് നോക്കാം. പിന്നെ എന്താണ് ശരിക്കും കല്യാണം എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് വരുന്നത്? ആദ്യം ചേച്ചിയുടെ മനസ്സിലേക്ക് എന്താ ആദ്യം വരുന്നത്? എന്റെ ബ്രദറാണ് ഈ ഒരു കല്യാണം നടക്കാൻ മെയിൻ റീസൺ. കോളേജിലെ കണ്ടാ തല്ലി ഓടിക്കും. അല്ല എനിക്ക് അങ്ങനെ ഒരു ദേഷ്യം ഉണ്ട് സഹോദരനോട്. എന്നോട് ഇത് ചെയ്തു. അറേഞ്ച് മാരേജ് ആയിരുന്നു. പിന്നെ വന്നപ്പോ ആളെ അറിയാം. പിന്നെ പെട്ടെന്ന് അതൊക്കെ ഓർമ്മ കാണുമോ എന്തോ. ഏത് മാസമായിരുന്നു എൻഗേജ്മെന്റ്? ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ചേച്ചി ചോദിക്കൂ. ഞങ്ങൾക്ക് നല്ല നല്ല ആക്ഷൻസ് റിയാക്ഷൻസ്. മെയിൽ എൻഗേജ്മെന്റ് നടന്നു. ജാതകം എക്സ്ചേഞ്ച് ഇല്ല. നമ്മുടെ എൻഗേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉറപ്പിക്കുന്നത് അങ്ങനെയാണ്. അതാണ് ഉറപ്പിക്കുന്നത്. ഞാൻ പോലും അതിന് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. സാർ ഉണ്ടായിരുന്നു. സാർ ഇവിടെ ഉണ്ടായിരുന്നു. വെറുതെ വന്നിട്ട് പോയതാണ്. വെറുതെ അതുകൊണ്ട് ഞാൻ ഓർക്കേണ്ട കാര്യമൊന്നും. ജൂണിലെ കല്യാണവും കഴിഞ്ഞു. അത് അങ്ങനെ പെട്ടെന്ന് വളരെ പെട്ടെന്നായിരുന്നു. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് പല പല സെഗ്മെന്റ്സ് ഉണ്ട്. അതിൽ ഓരോരോ സെഗ്മെന്റ്സിലേക്കായിട്ട് നമുക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് ഈ കല്യാണത്തിന്റെ ഞങ്ങൾ എപ്പോഴും ഉള്ളത് നമ്മുടെ ഫ്ലോറിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ടിവിയും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കല്യാണത്തിന്റെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ അതൊക്കെ നമ്മൾ പ്രേക്ഷകരെല്ലാവരും ഒരുമിച്ചിരുന്ന് ടിവിയിൽ കാണുന്നതാണ് പതിവ്. പക്ഷെ നമുക്ക് ഇന്നിപ്പം അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ട് അതെ അങ്ങനെ ഇരുന്ന് ഇന്നിപ്പോ നമുക്ക് അതൊക്കെ നമുക്കൊരു ചെറിയൊരു ടാബിലേക്ക് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ആ ഒരു സെഗ്മെന്റിലേക്ക് പോവാം. വെള്ളമാലയായിരുന്നു. അന്ന് വെള്ളമാലയായിരുന്നു, തുളസിമാലയല്ല. നീയല്ലേ പറഞ്ഞ തുളസിമാലയായിരുന്നു. അല്ല